വിദ്യാർത്ഥികളെ സ്വാഗതം. ഈ വിഷയത്തിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് വെർട്ടിക്കൽ അപ്വേർഡ് പ്രോഗ്രഷനിൽ 10 mm കനമുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ ടി ജോയിന്റ് നിർമ്മിച്ച് അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: സ്പെസിഫിക്കേഷൻ പ്രകാരം ടി ജോയിന്റ് സെറ്റ് ചെയ്യാൻ, ജോബ് ടാക്ക് വെൽഡ് ചെയ്ത് ടേബിൾ സെറ്റ് ചെയ്യാൻ, വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡിംഗ് പൊസിഷണറിൽ ജോബ് സെറ്റ് ചെയ്യാൻ, സ്ട്രിങ്ങർ ബീഡ് ടെക്നിക് ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ, സർഫസ് ഡിവൈസുകൾ പരിശോധിക്കാൻ. ഇപ്പോൾ നമുക്ക് GMAWന് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ ആൻഡ് സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, സ്ഥിരമായ സ്പീഡും വോൾട്ടേജും ഉറപ്പാക്കാൻ വയർ ഫീഡേഴ്സ്, സപ്ലൈ ഓഫ് ഇലക്ട്രോഡ് വയർ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. നമുക്ക് ടി ജോയിന്റ് സ്റ്റെപ്പിന്റെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. ഡ്രോയിങ് അനുസരിച്ച് MS പ്ലേറ്റ് 150 mm by 50 mm by 10 mm മുറിക്കുക. ഫൈലിങ്ങിലൂടെ പ്ലേറ്റുകളെ ഡീബർ ചെയ്ത് വൃത്തിയാക്കുക. ഷീറ്റിന്റെ അരികുകൾ സ്ക്വയറായി ഫൈൽ ചെയ്യുകയും ഗ്രൈൻഡ് ചെയ്യുകയും വേണം. സ്പെസിഫിക്കേഷൻ പ്രകാരം ടി ജോയിന്റ് സെറ്റ് ചെയ്യുക. സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുക. വലത്ത് ഭാഗത്ത് ടോർച്ച് സെറ്റ് ചെയ്യുക. 90 മുതൽ 100 ആംപിയർ കറണ്ട് സെറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് വയർ ഫീഡിംഗ് റേറ്റ് 3 മുതൽ 4 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. 19 മുതൽ 20 ആർക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യുക. കൂടാതെ ഡ്രിഫ്റ്റ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിക്കുക. ഒരു 0.8 mm ഡയ കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ CCMS വയർ ഉപയോഗിക്കുക. സിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വെൽഡിംഗ് ജോയിന്റ്സ് ബാക്ക് സൈഡിൽ 87 ഡിഗ്രിയിലേക്ക് കുറയ്ക്കുക. ടി ജോയിന്റ് രണ്ടറ്റങ്ങളിലും ടാക്ക് വെൽഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് GMAW ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ ടി ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. വെൽഡിംഗ് ടേബിളിൽ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ ടാക്ക് വെൽഡ് ജോബിനെ നിലനിർത്തുക. സഞ്ചാര ദിശയിലേക്ക് 5 മുതൽ 15 ഡിഗ്രി വരെ കോണിൽ ജോയിന്റിന് ലംബമായി ഗൺ പിടിക്കണം. വേവിംഗ് മോഷൻ ഉപയോഗിച്ച് താഴെ നിന്ന് മുകളിലോട്ട് വെൽഡിംഗ് ആരംഭിക്കുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഫില്ലറ്റ് വലിപ്പം കഴിയുന്നത്രേ 6 മില്ലിമീറ്ററിനടുത്ത് നിലനിർത്തിക്കൊണ്ട് ആദ്യ പാസ് പൂർത്തിയാക്കുക. പ്ലേറ്റ് നന്നായി തണുപ്പിച്ച് രണ്ടാമത്തെ പാസ് ഡെപ്പോസിറ്റ് ചെയ്യുക. രണ്ടാമത്തെ പാസ് ഫില്ലറ്റിന്റെ വലിപ്പം 8 മില്ലിമീറ്ററായി നിലനിർത്തുക. രണ്ടാമത്തെ പാസിനായി വീവിംഗ് പാറ്റേൺ ഉപയോഗിക്കണം. ടി ജോയിന്റിന്റെ മുകളിലെ ഷീറ്റിന്റെ അരികിലുള്ള ടോർച്ച് മൂവ്മെന്റ് നിയന്ത്രിക്കണം. അത് അറ്റം മുരുകാതിരിക്കാൻ സഹായിക്കും. വെൽഡിന്റെ ബോട്ടം ടോയിലെത്തുമ്പോൾ ടോർച്ച് താൽക്കാലികമായി നിർത്തണം. അതുവഴി ടോയിൽ ഉണ്ടാകുന്ന അണ്ടർകട്ട് ശരിയായി ഫില്ലർ മെറ്റൽ കൊണ്ട് നിറയും. ബീഡിന് ആവശ്യമായ റീഇൻഫോഴ്സ്മെന്റ്, ഉയരം, അപ്പിയറൻസ് എന്നിവ ലഭിക്കാൻ ടോർച്ചിനൊരു യൂണിഫോം സഞ്ചാര വേഗത നിലനിർത്തണം. വെൽഡ് സ്പാറ്റർ കൊണ്ട് അടഞ്ഞു പോകാതിരിക്കാൻ ആന്റി സ്പാറ്റർ സ്പ്രേ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വയർ ഫീഡർ ഇറഗുലർ ആകാം. ഇതൊരു അൺഎസ്റ്റാബ്ലിഷ്ഡ് ആർക്ക് ഉണ്ടാകുന്നതിന് കാരണമായേക്കും. കാർബൺ ഡയോക്സൈഡിനൊപ്പം CO2 ഗ്യാസ് ഫ്ലോ ഒരേപോലെ അല്ലെങ്കിൽ വെൽഡിന്റെയും പൊറോസിറ്റിയുടെയും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് ജോയിന്റ് പരിശോധിക്കുക. ഫസ്റ്റ് സൈഡിന് ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെ ടി അസംബ്ലിയുടെ മറ്റേ സൈഡിലും വെൽഡ് ചെയ്യാനായി ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ പൊസിഷനിൽ GMAW പ്രക്രിയയിലൂടെ ടി ജോയിന്റിന്റെ കോഷനെ കുറിച്ചും ഇൻസ്പെക്ഷനെ കുറിച്ചും ചർച്ച ചെയ്യാം.
വെൽഡ് സൈഡ് ഒരുപോലെയാണെന്നും ശരിയായ ബലപ്പെടുത്തലുണ്ടെന്നും ഉറപ്പാക്കണം. വെൽഡ് ഏരിയ വൃത്തിയാക്കുക. വെൽഡിംഗ് ഡിഫക്ട്സുകൾ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് പോരായ്മകളെ കുറിച്ച് നോക്കാം. അൺഈവൻ ബീഡ് വിഡ്ത്ത്. porosity. Blowholes. Slag inclusion. റീക്യാപ്പ്. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് സ്പെസിഫിക്കേഷൻസ് പ്രകാരം ടി ജോയിൻറ്റ്സ് തയ്യാറാക്കാൻ, ടേബിളിൽ ജോബ് സെറ്റ് ചെയ്ത് ടാഗ് വെൽഡ് ചെയ്യാൻ, വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡിംഗ് പൊസിഷനറിൽ ജോബ് സെറ്റ് ചെയ്യാൻ, സ്ട്രിങ്ങർ ബീഡ് ടെക്നീക്ക് ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ, സർഫേസ് ഡിഫക്ട്സുകൾ പരിശോധിക്കാൻ. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.